ഉല്ലാസ് ബാബു പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുവരെ, ഉല്ലാസ് ബാബു പറഞ്ഞതല്ല, നിങ്ങളുടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ്, സമയവും പണവും അധ്വാനവും ഒക്കെ വെറുതെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. പക്ഷേ നിങ്ങൾ ചെറിയ അധ്വാനം ഒരു വശത്ത് നടത്തുന്നുണ്ട്. എം ടി രമേശ് ഇവിടെ DCC ജനറൽ സെക്രട്ടറി ബീന ജോസഫിനെ കണ്ടു, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്കകത്ത് ഒരാളെ കിട്ടാത്തതുകൊണ്ട് പുറത്ത് അസംതൃപ്തരെ തേടി നടക്കുകയാണോ? അല്ല, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ കാര്യത്തിൽ അണുകിട വ്യത്യാസം ഇന്നുമില്ല, ഒരു സംശയവും വേണ്ട. അത് പരിപൂർണമായിട്ട് അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. നേരത്തെ നിങ്ങളുടെ ചാനൽ തന്നെ എഴുതി വയ്ക്കുന്നുണ്ടല്ലോ, കയ്യാലപ്പുറത്തോ എന്ന് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞ ആ കേരള രാഷ്ട്രീയത്തിൻ്റെ കയ്യാലപ്പുറത്തെ തേങ്ങ ഉണ്ടാക്കി തീർത്തിട്ടുള്ളൊരു പ്രശ്നമാണ് ഇന്ന് കേരളം നേരിടുന്നത്. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒന്നും ഈ തെരഞ്ഞെടുപ്പിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഈ 7 മാസം കൊണ്ട് അവിടെ ജയിച്ചു വരുന്ന ഒരു MLAക്ക് മലമറക്കാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമുക്കറിയാം. പിന്നെ ജനാധിപത്യ പ്രക്രിയയിൽ ഞങ്ങൾ മത്സരിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങളുണ്ടാക്കിയ വ്യാഖ്യാനമാണ്. ആ സൂചന എന്ന് നേരത്തെ പറഞ്ഞില്ല, ആ സൂചന നിങ്ങളുണ്ടാക്കിയിട്ടുള്ളതാണ്. BJP മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുക. ആ നേതൃത്വം അത് കൃത്യമായി തീരുമാനിക്കും. ആ മത്സരത്തിന്റെ കാര്യങ്ങൾ അത് യഥാസമയം നിങ്ങൾ അറിയിക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ സ്മൃതി അടങ്ങുന്ന മറ്റ് സാധാരണഗതിയിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയില്ല. അങ്ങനെ അങ്ങ് തുറന്നങ്ങ് പറയുന്ന രീതിയിൽ, അതായത് ഇത് ഒരു അനാവശ്യ തെരഞ്ഞെടുപ്പാണ്, ഇവിടെ അധ്വാനം കളയേണ്ടതില്ല, പകരം തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് അധ്വാനം വേണ്ടത് എന്ന് കൂടി പറയുകയാണ്. അത്രയും പറഞ്ഞു. ശരിയാണ് സ്മൃതി, സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ കാര്യം തന്നെയല്ലേ ശരി. സ്മൃതി കൃത്യമായി ഒന്ന് പഠിച്ചു നോക്കൂ. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് എന്തിനാണ്? ഒരു അൻവർ എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിയുടെ ഒരു തരത്തിലുള്ള വൃത്തികെട്ട നിലപാട് കാരണമല്ല ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത്. ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് എന്ത് ഗുണമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്? സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് വളരെ കറക്റ്റ് അല്ലേ? വെറുതെ ഈ ആളുകളുടെ സമയം കളയുക, അധ്വാനം കളയുക, പണം കളയുക എന്നുള്ളത് തന്നെയാണ്. ആ തീരുമാനം തെറ്റുമാണ്. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ആ തീരുമാനക്കാരാണ്. പിന്നെ ഇത് ഗതികേട് കൊണ്ട് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ മത്സരിച്ച് ജയിച്ചു വരുന്ന ഒരു MLA കൊണ്ട് ആ നാടിന്റെ ഏത് വികസനമാണ് 7 മാസം കൊണ്ട് തീരുമാനിക്കുക എന്നുള്ളത് ഒന്ന് സ്മൃതി പറ. കോൺഗ്രസിൽ നിന്നൊരു അതൃപ്തിയെ തേടിപ്പിടിച്ചത് എന്തിനാണ്? നിങ്ങൾ എന്തിനാണ് ചർച്ച? കോൺഗ്രസിൽ ഒരു അതൃപ്തിയുണ്ട്, ഒന്ന് സംസാരിച്ച് കളയാമെന്നതിനാണ് ആലോചിച്ചത്. ബീന ജോസഫിനെ എന്തിനാണ് MT രമേശ് കണ്ടത്? MT രമേശ് വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ സംസാരിക്കുക വക്കീലിനെ കണ്ടത് വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. കോൺഗ്രസിൻ്റെ DCC സെക്രട്ടറിയെ സ്ഥാനാർത്ഥിയാക്കാൻ സാധിക്കില്ലല്ലോ എന്നുള്ളത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MT രമേശ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കത് സ്ഥാനാർത്ഥിയാക്കാൻ ക്ഷണിച്ചുവെന്നും നിലവിൽ സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് പറഞ്ഞുവെന്നും ബീന ജോസഫ് പറയുന്നു. എഴുതി കാണിക്കുന്നുണ്ടല്ലോ കയ്യാലപ്പുറത്തോ. എനിക്ക് ശരി, അത് വായിച്ചല്ലോ, അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. കേരള രാഷ്ട്രീയത്തിന്റെ കയ്യാലപ്പുറത്തെ ബീന ജോസഫ് പറയുന്നു തന്നെ സമീപിച്ചു, സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെട്ടു, താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ബീന ജോസഫ് പറയുന്നു തന്നെ രമേശ് വന്ന് കണ്ടത് സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെട്ടിട്ടാണെന്ന്. നിങ്ങൾ നിഷേധിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു സംശയം വേണ്ട. ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് സ്ഥാനാർത്ഥിയാക്കുന്നതുമായിട്ടോ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യത്തിനല്ല എന്നുള്ളത്. അത് വളരെ കൃത്യമാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് പറയാനുള്ള കാര്യം ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന് ആവശ്യമില്ല. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കടമെടുത്ത് പോകേണ്ട കാര്യമില്ല. ബീന ജോസഫിനെ വന്ന് കാണേണ്ട കാര്യം എന്താണ്? MT രമേശ് വന്നിട്ട് BJPയുടെ നിലപാട്, എന്റെ പൊന്നു സ്മൃതി, നിലമ്പൂരിൽ വന്ന് ഒരാളെ എന്തിനാണ്? സ്മൃതി ആരാണ്? BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് ഒരു വക്കീലിനെ കാണാൻ ഈ കേരളത്തിൽ എവിടെയും പോകാനുള്ള അവകാശമില്ല. സ്മൃതിയോട് പറഞ്ഞിട്ടും തിട്ടൂരമേജ് വഹിച്ചിട്ടും വേണം. എന്താണ് സ്മൃതി അങ്ങനെ സംസാരിക്കുന്നത്? അല്ല, അങ്ങനെ പറഞ്ഞു പോലെ DCC ജനറൽ സെക്രട്ടറിയാണ് BJP ജനറൽ സെക്രട്ടറി കാണുന്നത്. DCC ജനറൽ സെക്രട്ടറി എന്തിനു കാണണം? BJPയുടെ ജനറൽ സെക്രട്ടറിയും DCC ജനറൽ സെക്രട്ടറി വക്കീലാണെന്നുള്ള കാര്യം ബോധ്യമുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അത് ശരി, MT രമേശിന്റെ ഭാര്യ തന്നെ വക്കീലാണ്. അപ്പുറത്ത് പോയിട്ട് വക്കീലിനെ കാണാൻ വക്കീലിനെ കാണാൻ
അല്ലെന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ടത് രാഷ്ട്രീയമല്ല എന്നുള്ളത് വളരെ കൃത്യമായ കാര്യം എം ടി രമേശ് കൃത്യമായി ബോധ്യപ്പെടുത്തിയിരിക്കെ അതിനകത്ത് വേറൊരു കാര്യത്തിലേക്കും പോകാൻ ചർച്ചയില്ല. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നത് അത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയോട് പോയി ചോദിക്കൂ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടായത്? ഞങ്ങൾക്ക് സംശയമില്ല. അത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് കൃത്യമായ ബോധ്യം കേരളത്തിലെ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞിരിക്കെ ആ ബോധ്യം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് അനാവശ്യമായ വ്യാഖ്യാനം സ്മൃതിയെ പോലെയുള്ളവർ ഉണ്ടാക്കുന്നതിന്റെ പിന്നീടുള്ള സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല. അല്ല, ബീന ജോസഫിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കും അങ്ങനെയാണെങ്കിൽ. ആരേതായാലും OLX തപ്പിക്കൊണ്ടിരിക്കുക കോൺഗ്രസ്സുകാരെ കിട്ടുമോ നോക്കാൻ. ഈ OLX തപ്പിക്കൊണ്ടിരിക്കുക കോൺഗ്രസ്സുകാർ വേറെ ചിലരും തപ്പുന്നുണ്ട് എന്ന് കോൺഗ്രസ്സുകാരും പറയുന്നു. OLX കോൺഗ്രസ്സുകാരെ അത് ശരിയാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച് ഇത് പറഞ്ഞത് ഷാഫി ചാലിയമാണോ? ഇത് പറഞ്ഞത് ഷാഫി ചാലിയമാണോ വസീഫാണോ സ്മൃതി? ഇത് പറഞ്ഞത് ഷാഫി ചാലിയമാണോ വസീഫാണോ? ഇങ്ങനെ കാവല് നിർത്തുകയല്ലേ വസീഫാണ് പറയുന്നത്. ഇങ്ങനെ ബി.ജെ.പിക്ക് വാങ്ങാൻ പറ്റുന്ന ഉൽപ്പന്നമായി കേരളത്തിലെ കോൺഗ്രസ് സ്വന്തം പാർട്ടിയുടെ ഒരു എംഎൽഎ തടഞ്ഞു നിർത്താൻ സാധിക്കാതെ കുറിച്ച് വിളിച്ചു പറഞ്ഞ് രാജിവെച്ച് പോയതിന്റെ അടിസ്ഥാനത്തിലല്ല സാർ ഈ തെരഞ്ഞെടുപ്പ്. അവരവന്റെ കൂടെ പിടിച്ചു നിർത്താൻ കഴിവും പ്രാപ്തിയും കപ്പാസിറ്റിയും ഇല്ലാത്തൊരു സംഘടനയല്ല. നേതാവ് തന്നെ കൃത്യമായി പറഞ്ഞില്ലേ, ഞങ്ങളെ നിലമ്പൂരിനോട് ഒരു നീതിയും പറയുകയും എന്നിട്ട് അസംതൃപ്തരുണ്ടോ എന്ന് തേടി അപ്പുറത്തെ പാർട്ടിയിൽ ആളെ തപ്പി പോവുകയും ചെയ്ത ബി.ജെ.പി ഇപ്പോൾ മറ്റു പാർട്ടികൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. OLX-ൽ നിങ്ങളും തേടുന്നുണ്ട് ഉല്ലാസ് ബാബു. Debate with Smriti Parathikkad.